എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇത്രയും മീഡിയാസ് ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ പലരും പല ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത്, അനുമോള് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. എനിക്ക് വരുന്ന ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത്. ഇതിൽ ഞാൻ പറയുന്നത്, ഞാൻ അനുമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആര്യനും ജിസനും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്നു എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവര് പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആര്യനും ജിസയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. കാരണം ആര്യലിന് ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും, അങ്ങനെ രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട്, ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആയി പോയതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാനെങ്കിലും പറയുന്നില്ല.